അപ്പു, അപ്പുവേ. അയ്യോ അച്ഛനോ? അച്ഛനെ പാതാപിക്കും. ഒരു കാര്യം തിരക്കാൻ വന്നതാ. അച്ഛൻ അതേക്ക്. ഓ വേണ്ട, ഞാൻ ഉടനെ ഇറങ്ങുക. ഇത്താക്ക് പോയിട്ട് 4-5 ദിവസമായി. ഒരു വിവരവും ഇല്ല. ആ പെണ്ണ് അവിടെ തീ തിന്നുകയാ. പേടിക്കണ്ട ചോ, ഇത്താക്കി എന്നൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. പോലീസ് കേസൊക്കെ ഞാൻ ഒതുക്കി തീർത്തു. നാളെ രാവിലെ ഇത്താക്കിയാണെങ്കിൽ എത്തും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോ ഞാൻ ഇറങ്ങുക. ശരി ചോ. അപ്പോ എന്നാ ചോ? ഇത്താക്കൊരു തെമ്മാടിയാണെങ്കിലും ആ പെണ്ണ് പാവമാ. ആളുകള് അവിടെയും ഇവിടെയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. നിന്നെയും അവളെയും പറ്റി. കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ല. എന്നാലും ബീഡിന്റെ പറ്റി ഇത്താക്കിന്റെ കേസും വഴക്കൊക്കെ ഒതുങ്ങിയ ആ കോൺട്രാക്ട് ചെക്കൻ ഒരുപാട് സഹായിച്ചു അല്ലയോ? ആ എന്തേലും കാണാതെ അവനങ്ങനെ ചെയ്യോ? അതെ പൊങ്ങി കാത്തു സൂക്ഷിച്ചൊരു തല്ലൊന്നി മാമ്പഴം കാറ്റ കൊട്ടിപ്പോയി. അയ്യോ കൺട്രാക്ട് പൊട്ടിപ്പോയി. ഞാൻ പണ്ടെങ്ങാണ്ടയുടെ മോളെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞ അയാളെ പണ്ട് പോകാനായിട്ട് പറയുന്നതല്ല. ഈ നാട്ടിൽ മുഴുവനും പാട്ടാ. ഈ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാട്ടാ. എന്നല്ല തല്ലേണ്ടത്, ആ കൺട്രാക്ടിനെയാ. ചാച്ചൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ആളുകൾ ചാച്ചനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നറിയാവോ? ഇവിടെ നടക്കുന്ന വല്ലതും ചാച്ചൻ അറിയുന്നുണ്ടോ? അതെ, ഇവിടെ നടക്കുന്നവരെ കവലയ്ക്ക് വെച്ചാൽ അറിഞ്ഞു. ഇന്നോളം ഇത്താക്കിന്റെ മുന്നിൽ വരാത്ത ഏലുകള് പരസ്യമായി വിളിച്ചു പോവാ. അടിവാരത്ത് ഇത്താക്കിന്റെ മോള് പുതിയ കച്ചവടം തുടങ്ങിയിരിക്കണമെന്ന്. ചാച്ചൻ കുടിച്ചിട്ടുണ്ടോ? ചാച്ചൻ ഇന്നൊരു പകല് കുടിക്കാത്തല്ലേ? പിന്നെ എന്നാ കുടിച്ചു. ഇത്താക്ക് പണ്ട് തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണ് എന്നെ ഞാൻ വളർത്തിയത്. പെട്ടെന്ന് എന്റെ മോളെ പറ്റി അതും പറയുന്ന കേട്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. പറ അപ്പു ഇവിടെ. അയാള് പാവോ ചാച്ച. രാത്രി ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എനിക്കൊരു കൂട്ടിനാ വന്നത്. എന്നിട്ട് ഈ തെണ്ണയിലെ കിടന്നുറങ്ങിയത്. അതിനവര് ഇങ്ങനെയൊക്കെ. എടാ അറിയായേ, ഒരു 3 ഉപ്പി കൂടി കൊണ്ടുപോടാ. മതി ഇതാക്കേട്ടാ, ഇങ്ങനെ വലിച്ചു കേട്ടാ. ഇപ്പൊ തന്നെ ഓവറാ ചേട്ടാ. ഓരോ ഓവറും ഇല്ല. പകല് ഞാൻ അങ്ങനെ കുടിക്കുകയില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഞാൻ കഴിക്കുന്നത് മനഃപൂർവ്വ. ഇവിടെയുള്ള ചില അവന്മാരിത് കാണണം. എന്നെ മാത്രം കണ്ടാ പോരാ, എന്റെ കൂടെ എന്നെയും കാണണം. അതെനിക്ക് നിർബന്ധമാ. എന്താന്ന് വെച്ചാ തെളിച്ച് പറയാൻ കേട്ടാ. അത് ഞാൻ അറിയാത്ത ഒരു ബന്ധുവും എന്റെ മോക്കുണ്ടാകത്തില്ലെന്ന് എനിക്ക് ഇവിടുത്തെ എംബോക്കോട് വിളിച്ചു പറയണം. അതുകൊണ്ട് എന്നാ പ്രയോജനം? തീയില്ലാതെ പുകയുണ്ടാവൂന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പറയുന്നവന്റെ തീ ഉണ്ടോടാ അപ്പു? എന്ന് വെച്ചാൽ ഈ പറഞ്ഞു വരത്തുന്ന പോലെയൊന്നുമില്ല. പിന്നെ ഇത്താക്കേണ്ട മനസ്സിലിപ്പോ എന്നതാണെന്ന് അറിയാൻ പാടില്ലല്ലോ. എന്റെ മനസ്സിലിപ്പൊക്കെ ഞാൻ പറയാം. വാ വാ. എല്ലാവർക്കും ഒരു അത്ഭുത. ഇത്താക്കേണ്ട ഞങ്ങൾ ഒരുമിച്ച് കണ്ടതുകൊണ്ടേ. ആർക്കാണ് അത്ഭുതം? നിനക്കൊക്കെ എന്തുവാണ് അറിയട്ടെ? ഞാൻ പറഞ്ഞിടാ നിനക്കൊക്കെ. എന്റെ മോള് നല്ലവനാണെന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് നല്ലവൻ. പിന്നെ ആണാണെങ്കിൽ ചങ്കുറപ്പ് വേണം. യവനതുണ്ട്. അതുകൊണ്ട് ഈ ഇത്താക്ക് പറയുന്നു, ഈ നിൽക്കുന്ന അപ്പു എന്റെ മോള് സലോമിയെ കെട്ടാൻ പോവുക. ഇനി മതി ചാച്ചാ. മതി മതി മതി. ഞാനേ ഒന്ന് കവലയിലേക്ക് പോയച്ചും വരാം. അത് വേണ്ട. രാവിലെ മുതൽ ഇന്നത്തെ അടച്ചുപൂട്ടിയിരിക്കില്ലേ? ഞാൻ പോയച്ച് ഇപ്പൊ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
കവലെ ചെല്ലുമ്പോ തോന്നും കള്ളു കുടിക്കണമെന്ന്, കള്ളു കുടിക്കുമ്പോ തോന്നും ഓരോന്നൊക്കെ വിളിച്ചു കൂവണമെന്ന്. എന്തോന്ന് വിളിച്ചു പോവാൻ? ദേ ചാച്ചാ, ഉരുളല്ലേ, കള്ളും കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു കൂവി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കില്ലേ ചാച്ചാ? എന്നാ കേട്ടോ നീ, നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതിരിക്കാനാ ഞാൻ അങ്ങ് വിളിച്ചു പോയത്. ലക്കിന്റെ ഗാനം ഇല്ലാതെയല്ല, നല്ല ബോധത്തില് ആലോചിച്ച് ഉറച്ചിട്ട് തന്നെയാ. അതുകൊട്ടെ, നിനക്ക് ഇഷ്ടമാണോ അവനെ? ഓ, ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇഷ്ടമാണോ അല്ലയോന്നൊക്കെ ചോദിച്ചിട്ട് എന്നെടുക്കാനാ? അമ്പടി വിളഞ്ഞ വിത്തല്ല നീ കള്ളി. ഓ, ചാച്ചാ. ഞാൻ നല്ലവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു. അങ്ങനെ തോന്നാനുള്ള കാരണം എന്നാന്നാ ചോദിച്ചേ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണമില്ലാതെ തോന്നുന്നതും പറയുന്നതൊക്കെ വട്ടിന്റെ ലക്ഷണമാണ്. ആ, എന്നാ എനിക്കിപ്പോ ആ വട്ടുണ്ടെന്ന് വെച്ചോ. ആ, എത്ര കാലമായി ഈ വട്ട് തുടങ്ങിയിട്ട്? കുറച്ചു കാലായി. ആ, രാത്രിയിൽ ഉറക്കം എങ്ങനെ? നന്നായിട്ടുണ്ട്. വിശപ്പ്? അതേ ഉള്ളൂ. അത് പിന്നെ രോഗമാ? ഇത് രോഗമൊന്നുമല്ല, ആളുകളെ കളിപ്പിക്കുക. അത് പോട്ടെ, എപ്പോഴും പ്രത്യേകിച്ച് ഒരാളെ കണ്ടുകൊണ്ടിരിക്കണം തോന്നാറുണ്ടോ? ആ, അത് ഈയിടെയായിട്ടുണ്ട്. അതിന്റെ പേരെന്നാ? അത് പറയത്തില്ല. എന്നാ പിന്നെ ആളെങ്ങനെ ഇരിക്കുന്നു പറ. നല്ല കട്ട മീശയാ, ആ, മുടിയൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കി വെച്ചിരിക്കുക. ആ. പുള്ളിയുടെ വിചാരം വലിയ സുന്ദരനാന്നാ. ആ, പിന്നെ ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ചെലപ്പോ നോക്കുന്ന നോട്ടം കണ്ട പേടിച്ചു പോവും. ജുബ്ബ ഇടുന്നതിനേക്കാളും നല്ലത് ഷർട്ട് ഇടുമ്പോഴാ. അയാളുടെ പേര് അപ്പൊന്നും മറ്റാണോ? ഏയ്, പിന്നെ അതിന്റെ കാര്യം അടിപൊളി ഇഷ്ടം. എനിക്ക് ഈ ലോറിക്കാരൻ പാണ്ഡ്യയെ ഇഷ്ടം. അയ്യോ, അച്ഛനെന്നെ ഈ വഴിയൊക്കെ അങ്ങോട്ട് ഇരിക്കാലോ. നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. തീരെ സമയം കിട്ടിയില്ല ചോ. അങ്ങോട്ട് ഇരി. കള്ളു കുടിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ നിനക്ക് ആവശ്യം പോലെ സമയമുണ്ടല്ലോ, അത് മതി. ഞാൻ പള്ളിയിലോട്ട് വരുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പള്ളി വരുന്ന കാര്യത്തിൽ ഇത്രയേറെ ആലോചിക്കാൻ തോന്നാടാ ഉള്ളത്. പഞ്ചാര ഇട്ടില്ലല്ലോ മോളെ? ഇല്ലച്ചോ. നന്നായി. അത് അച്ചോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെലവൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, മോടെ കല്യാണം എന്നൊക്കെ പറയണത് കള്ളും കുടിച്ചോണ്ട് കവലയിൽ നിന്ന് വിളിച്ചു പോകേണ്ട കാര്യമാണോ? അച്ചോ, അത് പറഞ്ഞത് വെള്ളപ്പുറത്താണേലും ഒക്കെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. അവൻ ആരാ? അവന്റെ സ്വഭാവം എങ്ങനാ? ഇത് വല്ലതും നിനക്കറിയോ? തന്തേ തള്ളയൊക്കെ ചത്തുപോയെന്നാ പറഞ്ഞത്. തങ്കപ്പെട്ട സ്വഭാവ, ഒന്നാം തരം അധ്വാനി. സ്ത്രീധനക്കാരിയൊക്കെ പറഞ്ഞോ? ഓ ഇല്ല, അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. അതൊക്കെ പോട്ടെ, കല്യാണം നടത്താൻ നിന്റെ ഈ കാശുണ്ടോ? ഇല്ല. അയ്യടാ, ഉളുപ്പില്ലാ നിക്കണ കണ്ടില്ലേ നാണം കെട്ടവൻ. പിന്നെ എന്നാ വിചാരിച്ചാടാ കവല നിന്നോട് മോളെ കെട്ടിച്ചു കൊടുക്കും നീ വിളിച്ചു പോവേ? അതൊക്കെ കർത്താവ് ഒരു വഴി കാണിച്ചു വെച്ചു. പണ്ട് വെള്ളം വീഞ്ഞാക്കിയ ഉള്ളിയല്ലേ. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു തരാം. നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിലുള്ള ചട്ടിയും കലവും എല്ലാം എടുത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് മുറ്റത്ത് നിരത്തി വെച്ച് സന്ധ്യ ആവുമ്പോ വീഞ്ഞായി കിട്ടും, വീഞ്ഞ്. ഞാൻ പിന്നെ എന്നെ പാറ വെച്ച കാശാവൂ. ഞാൻ അതിനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, രാവിലെ ധൃതിയിൽ മീനെടുത്ത് വെക്കാൻ ഞാനങ്ങ് മറന്നു. ഇപ്പഴാ ഓർത്തത്, അങ്ങനെ ഇങ്ങ് കൊണ്ടുവന്നു. രാത്രി മതിയായിരുന്നല്ലോ. ഓൻ തുടങ്ങി. ഈ വെയിലത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു? ജാൻസി എവിടെ ചാച്ചാ? അവള് അവിടെ എവിടെയും കാണും. വെയിലധികം കൊള്ളണ്ട, വല്ല പരി പിടിക്കും വേണേ. ശരി അച്ഛാ. ആ, പേടിച്ചില്ലേ? പിന്നെ ആ പാറ എടുത്തെന്ന് പറ, അത് പൊട്ടുകെങ്കിലും ചെയ്യും. ആ, അപ്പോട്ട് പേടിച്ചു, നല്ലോണം പേടിച്ചു. ഒന്ന് പോടി വേണേ. നീയല്ല, നിന്റെ ആ മുതുക്കൻ ചാച്ച വന്നാൽ ഞാൻ പേടിക്കില്ല. പിന്നെ എന്റെ ചാച്ചിന് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞത് എന്നാ ചെയ്യും? ഞാൻ പറ, എന്നാ ചെയ്യും? ഞാൻ കൊല്ലും. എങ്ങനെ കൊല്ലും? അതെ, ഈ കഴുത്തെ പിടിച്ച് ഞെക്കി 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 കൊല്ലും. കൊല്ലുന്നില്ലേ? കൊന്നാ പിന്നെ എനിക്കാരാ ഉള്ളത്? ജാൻസി എവിടെ? ജാൻസിയോ? ചാച്ചാ, ജാൻസി എവിടെയും ചോദിച്ചിട്ട് ഇതുവരെയും പറഞ്ഞു തന്നില്ല. ജാൻസി അവിടെ അവിടെ ഉണ്ട്. എന്റെ ചുറ്റി കണ്ടോടി. അതില് ചാച്ചന്റെ കൈയിരിക്കുന്നേ.